ഞാനതിനെ നോക്കിക്കാണുന്നത് കാര്യം BJP കേന്ദ്ര നേതൃത്വം ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു തലസ്ഥാന നഗരം ഒരു കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നു, ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു. നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അതൊരു ചെറിയ ഈവന്റ് ആണ്. പക്ഷെ അത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് BJP കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത്, ഈ പ്രചരണത്തിന്റെ സമയത്ത് BJP കൊടുത്തിട്ടുള്ള വലിയൊരു വാഗ്ദാനമുണ്ട്. BJPയുടെ കയ്യിൽ അധികാരം വരികയാണെങ്കിൽ, NDAക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്ന് ഈ ഇനി വരാൻ പോകുന്ന, ഭാവിയിൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ആ ഒരു റോഡ് മാപ്പ് പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കും എന്ന ഒരു വാഗ്ദാനം BJP കൊടുത്തിരുന്നു. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതായത് വളരെ 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 സീരിയസ് ആയിട്ടാണ് BJP ഈ വിജയത്തിനെ എടുത്ത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്നതിനപ്പുറത്തേക്കൊക്കെ ഒരുപാട് മാനങ്ങൾ ഈ തിരുവനന്തപുരത്തെ വിജയത്തിനുണ്ട് എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിൻ്റെ അകത്തൂടെ നൽകുന്നത്. പിന്നെ BJP മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളർന്നതിന്റെ ആ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം നഗര കേന്ദ്രങ്ങളിലാണ് BJP ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അങ്ങനെ നഗരങ്ങൾ പിടിച്ചതിന് ശേഷമാണ് അവിടെ നിന്നാണ് കൂടുതൽ പിന്നീട് മുനിസിപ്പാലിറ്റികളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. നോക്കൂ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് BJP ഇന്ത്യയിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച് സ്വാധീനമുണ്ടാക്കിയ സ്ഥലമാണ് ന്യൂഡൽഹി, എത്രയോ നാൾ മുമ്പ്. പക്ഷെ അവിടെ നിന്നാണ് രാജ്യഭരണം എന്ന ആ സംഭവത്തിലേക്ക്, ആ വലിയ കാര്യത്തിലേക്ക് BJP നടന്നെത്തിയത്, യാത്ര ചെയ്തെത്തിയത് ആ ഡൽഹിയിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിലെങ്കിലും കേരളത്തിന്റെ ഭരണചക്രം കൈയാളുക എന്ന ആ അവസ്ഥയിലേക്ക് BJP എത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് വളരെ നിസ്സാരമായിട്ടല്ല കാണുന്നത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദ പങ്കിടാൻ വേണ്ടി മാത്രമല്ല പ്രധാനമന്ത്രി വരുന്നത്. അതിനപ്പുറമുള്ള വലിയ മാനങ്ങളാണ് അതിനുള്ളത്, ദേശീയ തലത്തിൽ തന്നെ. തീർച്ചയായും പല ഇടതു കോട്ടകളിൽ പോലും ഇപ്പോൾ BJPക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2014 ശ്രീ അമിത്ഷാ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ പിന്നെ കേരളം അങ്ങോട്ട് പിടിക്കുമെന്നുള്ള ഒരു കാര്യം, അതിലേക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു BJP കടക്കുന്നത് എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശം. അതായത് ഇവിടെ കൊണ്ട് നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജസ്റ്റ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. BJP പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുക. നിങ്ങളുടെ പണി കഴിഞ്ഞിട്ടില്ല, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ വലിയ കഠിനാധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ദിനങ്ങൾ തന്നെയാണ് മുമ്പിൽ കിടക്കുന്നത്. ഇത് കേരളത്തിന്റെ ഭരണത്തിലേക്ക് എത്താതെ വിശ്രമം ഉണ്ടാകരുത് എന്ന സന്ദേശം കൂടിയാണ് ഇവിടെ ഉണ്ടാവുക. അവരുടെ ജോലിയും ഉത്തരവാദിത്വവും കൂടുകയാണ് ചെയ്യുക. ആ ഒരു ഉത്തരവാദിത്വ ബോധം പങ്കിടുക എന്ന ഉദ്ദേശം കൂടി പ്രധാനമന്ത്രിയുടെ ഈ വരവിന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കേവലം ഒരു തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു വിജയം മാത്രമല്ല, ദേശീയ തലം മൊത്തത്തിൽ ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ JP നദ്ദയും അമിത്ഷായും അടക്കം ഈ നേതാക്കളൊക്കെ കേരളത്തിന്റെ തലസ്ഥാനം പിടിക്കാനായി എന്നുള്ള ഒരു ട്വീറ്റും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പങ്കുവച്ചിരുന്നു. അപ്പോൾ കേരളം വലിയ രീതിയിൽ കേരളത്തിന് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇതൊക്കെ നൽകുന്നത്. കാരണം ഇത്രയും നാളുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റത്തിൽ വളരെ പ്രതീക്ഷയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. അതായത് ഇപ്പോഴും ഉണ്ട് BJPയുടെ മുമ്പിൽ വളരെ വലിയൊരു അവസരം കൂടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. വളരെ വലിയൊരു അവസരം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്, തലസ്ഥാന നഗരമാണ് കോർപ്പറേഷൻ. ഇത്രയും കാലം ഒരു കുറഞ്ഞതൊരു 4-5 പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് CPM അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. അവിടെ നിന്നിപ്പോ ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ BJPയുടെ കയ്യിലേക്ക് ഒരു ഭരണം ലഭിച്ചാൽ, ഭരണത്തിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് ആ വ്യത്യാസം എന്ന് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ആ ഒരു അവസരമാണിത്. ആ അവസരം BJP നല്ല ഗംഭീരമായിട്ട് ഉപയോഗിക്കും എന്നാണ് കരുതേണ്ടത്. അത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അത് വലിയൊരു
എന്താണ് ഒരു കേസ് സ്റ്റഡിയായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുമ്പിലുണ്ട് തിരുവനന്തപുരത്തിനുണ്ടായ മാറ്റം. അത് പൂർണ്ണമായും സംസ്ഥാനത്തിന് അത് നമുക്കും അതായിക്കൂടെ എന്ന ഒരു ചിന്ത കേരളത്തിലെ ഓരോ ജനങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.